ഈ ഭൂതക്കണ്ണാടിയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് മദ്രാസിലെ എഡിറ്റിംഗ് റൂമിൽ AVM എഡിറ്റിംഗ് റൂമിൻ്റെ പുറത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഥ പറഞ്ഞോളൂ. പുള്ളി അവിടെ ഇരുന്നൊരു കഥ പറയുന്നത്, അതാണ് ഭൂതക്കണ്ണാടി. എന്താ പറഞ്ഞു, ഇത് ഞാൻ സംവിധാനം ചെയ്യാനായിട്ട് ഞാൻ രൂപപ്പെടുത്തിയ കഥയാണ് എന്ന് പറഞ്ഞു. അത് കൃത്യമാണ്, നിങ്ങളുടെ ആ തീരുമാനം കറക്റ്റാണ്, നിങ്ങൾ ചെയ്യേണ്ട കഥയാണ്, ലോഹി തന്നെ ചെയ്യേണ്ട ഒരു കഥയാണ്. കാരണം ഇത് വളരെ സ്പെഷ്യലാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനും ലോഹിയുമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നേരത്തെ പറഞ്ഞൊരു എന്താണ് കലയും കച്ചവടവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയല്ല ഇത്. കൃത്യമായിട്ടും ഒരു വേറൊരു ജനസിൽപ്പെട്ടൊരു സിനിമയാണ്. അത് ലോഹി ചെയ്യുന്നതും സംവിധായകൻ എന്ന നിലയിൽ ലോഹിക്ക് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ലോഹി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ആ ഒരു സംസാരത്തിൽ നിന്നാണ് ലോഹിക്കിടെ സംവിധാനത്തിലുള്ള താല്പര്യം ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. ലോഹി പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ലോഹിയുടെ അന്ന് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കഥ വരുമ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് ലോഹിക്ക് തോന്നുമ്പോൾ മാത്രമേ സംവിധാനം ചെയ്യാവൂ. കാരണം ലോഹിയുടെ ഒരു ടെമ്പർമെൻ്റ് തന്നെ ലോഹിക്കൊരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാനും ഒരു അങ്ങനത്തെ ഒരു ഏരിയയിൽ ലോഹിക്ക് അത്ര പ്രാവീണ്യമാണ്. ലോഹി മുറിക്കകത്തിരുന്ന് കഥ എഴുതുകയും അത് ഈ പറയുന്ന പോലെ അതിൻ്റെ മാനസിക വ്യഥകളും അതിൻ്റെ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളാണ്. വളരെ സ്വകാര്യമായ ഒരു രീതിയിലാണ് ലോഹിയുടെ ഒരു സൃഷ്ടി സംഭവിക്കുന്നത്. ഒരു ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ വേറൊരു കാര്യങ്ങൾ, ഒരു ക്രൗഡ് മാനേജ്മെൻ്റ് ഉണ്ട്, സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഡിസിഷൻ മേക്കിംഗ് പിന്നെ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിപ്പോകും. ലൊക്കേഷൻ ചെല്ലുമ്പോൾ വിചാരിച്ച കാര്യം ഉണ്ടാകത്തില്ല. ഒരു മഴ പെയ്താൽ തീരുന്ന കാര്യം, ഒരു ആർട്ടിസ്റ്റ് വരാതിരുന്നാൽ മാറിപ്പോകുന്ന കാര്യങ്ങൾ. അത്തരം പ്രഷറൊക്കെ ലോഹിക്ക് എഴുത്തിലെ പ്രഷർ പോലെ അല്ല, ഇത് കുറച്ചും കൂടെ ശരീരത്തെയും കൂടെ ബാധിക്കുന്ന പ്രഷറുകൾ നമ്മുടെ മനസ്സിനെ നമ്മളെ ടെൻഷനിലേക്ക് കയറ്റും. ആ സിനിമ കഴിഞ്ഞതോടുകൂടി ലോഹിയയ്ക്ക് സംവിധാനത്തിലുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നു പോയപ്പോൾ ലോഹി അതിനകത്തേക്ക് അങ്ങ് കൂടുതലായിട്ട് സംവിധാനത്തിലേക്ക് അങ്ങ് കയറിപ്പോയി. ആ സമയത്ത് ഭൂതക്കണ്ണാടി ആദ്യത്തെ മികച്ച നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ്, നടിക്ക് അവാർഡ്, സ്റ്റേറ്റ് അവാർഡുകൾ, ഒരുപാട് സ്ക്രിപ്റ്റിന് ഉള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത്.